പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനത്തെ പ്രൊജക്ട്സ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്? പോർട്ട്ഫോളിയോ തന്നെ നമ്മളൊരു പ്രൊജക്റ്റാണ് ശരിക്കും. നമ്മളൊരു സ്വന്തം പേജ് എന്നുള്ളത് ഒരു പോർട്ട്ഫോളിയോ നമ്മളൊരു പ്രൊജക്റ്റാണ്. അതിൽ നമ്മൾ വേറെ 2-3 പ്രൊജക്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ മേൺ സ്റ്റാക്സ് ആണ് പഠിക്കുന്നത്, എയർപോർട്ട് മേൺ സ്റ്റാക്സ് ആണെങ്കിൽ അതിലെ എല്ലാ ഫീച്ചറുകളും ഉള്ള, അതായത് ഫുള്ള് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും എല്ലാം ഉള്ള ഫുൾ സ്റ്റാക്ക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രോജക്റ്റ് ചെയ്യണം. അത് പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അതിപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്താൽ അതിലൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഏകദേശം കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് എൻഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഒരു ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫ്രണ്ട് എൻഡ് വരും, ബാക്ക് എൻഡ് വരും, എല്ലാ DB വരും. അപ്പോൾ എല്ലാം വരുമ്പോൾ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സ്ഥലമായി നമുക്കത് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമായി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഇന്നത് ചെയ്യണമെന്നില്ല, അതൊക്കെ സ്റ്റുഡൻസിൻ്റെ സജഷൻസ് ആയിട്ട് എടുക്കാം. നമ്മൾ എടുക്കുന്ന പ്രോജക്റ്റിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. പിന്നെ അത് റെസ്പോൺസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ പഠിച്ച മേൺ സ്റ്റാക്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയി വരും.